ഹായ് മക്കളെ, അപ്പോൾ നമ്മുടെ ഇറ്റ്സ് ടൈം നേരമായി എന്ന് പറഞ്ഞ ചാപ്റ്ററിൽ നിന്ന് നിങ്ങൾക്ക് എക്സാമിനൊക്കെ ചോദിക്കാൻ ചാൻസ് ഉള്ള വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ് മിസ് പറഞ്ഞു തരാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് ആ ഒരു ചോദ്യത്തിലേക്ക് പോകാം. അപ്പോൾ നിങ്ങളുടെ ഫ്രണ്ട്സിന് എല്ലാവർക്കും എന്ത് ചെയ്യുക, ഈ ഒരു വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക, കൃത്യമായിട്ട് എന്ത് ചെയ്യുക, ലൈവ് ക്ലാസ് ഒക്കെ അറ്റൻഡ് ചെയ്യുക കേട്ടോ. ഓക്കെ, അപ്പോൾ നമുക്ക് നോക്കാം. നമുക്ക് എക്സാമിന് വരുന്ന ക്വസ്റ്റ്യൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ക്ലോക്ക് തന്നിട്ട് അതിലുള്ള സമയം ഏതാണെന്ന് എഴുതാൻ വേണ്ടി പറയും. അതേപോലെ നേരെ തിരിച്ച് നിങ്ങൾക്ക് സമയം തന്നിട്ട് അത് ക്ലോക്കിൽ അടയാളപ്പെടുത്താനും പറയും. ഇത് അങ്ങോട്ടും ഇങ്ങോട്ടും തിരിച്ച് ചോദിക്കുന്നതാണ്. അപ്പോൾ നമുക്കിതാ ഇവിടുത്തെ ചിത്രം നോക്കാം. ഈ ഒരു ചിത്രത്തിൽ ഒരു സമയം മാർക്ക് ചെയ്തിട്ടുണ്ട്. അത് എത്ര അവർ അല്ലെങ്കിൽ എത്ര അവറാണ്, മണിക്കൂറാണ്, എത്ര മിനിറ്റ് ആണ്, എത്ര സെക്കൻഡ്സ് ആണെന്ന് കൃത്യമായിട്ട് എന്ത് ചെയ്യണം, അടയാളപ്പെടുത്തണം. അപ്പോൾ മക്കൾ നോക്കുക, നമ്മുടെ മണിക്കൂർ സൂചി എന്ന് പറയുന്നത് ഇതാണല്ലോ നമ്മുടെ മണിക്കൂർ സൂചി. അതേപോലെ മിനിറ്റ് സൂചി, സെക്കൻഡ് സൂചി എല്ലാവരും ഇവിടെ ഉണ്ട്. അപ്പോൾ നമ്മുടെ മണിക്കൂർ സൂചി എവിടെയാണ് മക്കളെ നിൽക്കുന്നത്? 3 കഴിഞ്ഞു, പക്ഷെ 4 എത്തിയിട്ടുണ്ടോ? 4 എത്തിയിട്ടില്ല. പക്ഷേ 4 എത്തിയാൽ മാത്രമാണ് നമുക്ക് 4 മണി എന്ന് പറയാൻ പറ്റുള്ളൂ. 3 കഴിഞ്ഞു, 4 എത്തിയിട്ടില്ല. അപ്പോൾ അത് എന്ത് തന്നെയാണ്? 3 തന്നെയാണ് കിടക്കുന്നത്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, ഇവിടെ മണിക്കൂർ വരുന്നത് 3 ആണ്, 3 അവർ. ഇനി അടുത്ത മിനിറ്റ് സൂചി. മിനിറ്റ് സൂചി കറക്റ്റ് എവിടെയാണ് നിൽക്കുന്നത്? 6ൻ്റെ നേരെയാണ്. പക്ഷെ 6 ആണോ നമ്മൾ എഴുതുക? അല്ല. ഇവിടെ ഓരോന്നിനെ സൂചിപ്പിക്കുന്നത് എന്താ മക്കളെ? 1 എന്ന് പറഞ്ഞാൽ 5 ആണ്, 2 10, ഇത് 15, 20, 25, 30, 35, 40, 45, 50, 55, 60. 60 സെക്കൻഡ് അല്ലേ? അപ്പോൾ നമ്മുടെ ഈ മിനിറ്റ് സൂചി നിൽക്കുന്ന എവിടെയാണ്? 30ൻ്റെ നേരെയാണ്. അതായത് 6 എന്ന് പറഞ്ഞാൽ 30ൻ്റെ നേരെയാണ്. അപ്പോൾ നമ്മുടെ മിനിറ്റ് എന്ന് പറയുന്നത് 30ാമത്തെ മിനിറ്റ് ആണ്. ഓക്കെ, ഇനി നമ്മുടെ സെക്കൻഡോ? സെക്കൻഡ് സൂചി നിൽക്കുന്നത് ഇവിടെ 3ൻ്റെ നേരെയാണ്. 3 എന്ന് പറയുന്നത് 15 ആണ്. സോ 15ാമത്തെ സെക്കൻഡ്, 15 സെക്കൻഡ്സ്. ഓക്കെ, അപ്പോൾ 3 അവർ 30 minutes 15 seconds. അങ്ങനെയാണെങ്കിൽ അടുത്തതിൻ്റെ സമയം നമുക്ക് ഇതേപോലെ നോക്കിയാലോ. ഇവിടെ മണിക്കൂർ സൂചി എവിടെ? മണിക്കൂർ സൂചി ഈ ചെറിയ ആളാണ്. മണിക്കൂർ സൂചി 10ൻ്റെ നേരെയാണ്. അപ്പോൾ നമ്മുടെ സമയം 10 അല്ലെ, 10 hour ആണ്, 10 മണിയാണ്. ഇന്ന് നമ്മുടെ മിനിറ്റ് സൂചി നിൽക്കുന്നത് 2ൻ്റെ നേരെയാണ്. 2 എന്താണെന്ന് നമ്മൾ കണ്ടു, ഇവിടെ 10 ആണ്. അപ്പോൾ നമ്മൾ എത്രാമത്തെ മിനിറ്റ് ആണ്? 10 minutes. ഇനി അടുത്ത നമ്മുടെ സെക്കൻഡ് സൂചി നിൽക്കുന്നത് എവിടെയാണ് മക്കളെ? ഈ 4ൻ്റെയും 5ൻ്റെയും ഇടയിൽ. ഈ 4 എന്ന് പറയുന്നത് 20ഉം 5 എന്ന് പറയുന്നത് 25ഉം അല്ലേ? അപ്പോൾ അതിൻ്റെ ഇടയിലാണ് ഇത് നിൽക്കുന്നത്. ഇവിടെ കുഞ്ഞു വരകളുണ്ട്. അപ്പോൾ ഇത് നമ്മുടെ 20, 21, 22ൻ്റെ നേരെയാണ് നമ്മുടെ സെക്കൻഡ് സൂചി നിൽക്കുന്നത്. സോ 22 seconds ആണ്. അപ്പോൾ 10 hour 10 minutes 22 seconds ആണ് നമ്മുടെ ആൻസർ. അപ്പോൾ ഇതേപോലത്തെ ക്വസ്റ്റ്യൻസ് മക്കൾക്ക് വരും. അപ്പോൾ കൃത്യമായിട്ട് എന്ത് ചെയ്യണം, സമയം നോക്കാൻ വേണ്ടിയിട്ട് അറിഞ്ഞിരിക്കണം. ഇനി അടുത്ത നമുക്ക് വരാൻ സാധ്യതയുള്ളത് ഇങ്ങനെ ക്ലോക്ക് തന്നിട്ട് ആ സമയം നമ്മളോട് അടയാളപ്പെടുത്താൻ വേണ്ടിയിട്ട് വരും. അപ്പോൾ 12 hours ആണ് ആദ്യം നമുക്ക് അടയാളപ്പെടുത്തേണ്ടത്. അപ്പോൾ നമുക്ക് നോക്കാം. യെസ്, അപ്പോൾ നമ്മുടെ മണിക്കൂർ സൂചി എന്ന് പറയുമ്പോൾ കുറച്ച് തടിയുള്ള സൂചിയാണ്, അതിന് നമുക്ക് വരയ്ക്കാം. 12 hour എന്ന് പറയുമ്പോൾ എന്താണ്? 12ൻ്റെ നേരെ നമ്മൾ എന്ത് ചെയ്യണം, നമ്മുടെ മണിക്കൂർ സൂചി വരയ്ക്കണം. ഇനിയത്തെ 50 minutes. 50 എന്ന് പറയുന്ന ആരാ മക്കളെ? ആദ്യം നിങ്ങളിത് അടയാളപ്പെടുത്തിക്കോ. 5, 10, 15, 20, 25, 30, 35, 40, 45, 50, 55, 60. ഇത് നിങ്ങൾ അടയാളപ്പെടുത്തി കഴിഞ്ഞാൽ നിങ്ങൾക്ക് പിന്നെ സംശയമൊന്നും വരില്ല. അപ്പോൾ 50 minutes എന്ന് പറഞ്ഞാൽ 50 എവിടെയാണ് നിൽക്കുന്നത്? 10ൻ്റെ നേരെയാണ്. അവിടേക്കാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്? നമ്മുടെ മിനിറ്റ് സൂചി വരയ്ക്കേണ്ടത്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, അവിടേക്ക് മിനിറ്റ് സൂചി വരയ്ക്കാം. ഓക്കെ, ഇനി നമ്മുടെ സെക്കൻഡ് സൂചി 30 seconds. 30 എന്ന് പറഞ്ഞത് 6ൻ്റെ നേരെയാണ്. അവിടേക്കാണ് നമ്മുടെ എന്ത് വരയ്ക്കേണ്ടത്? നമ്മുടെ സെക്കൻഡ് സൂചി വരയ്ക്കേണ്ടത്. സെക്കൻഡ് സൂചി കുറച്ചുകൂടി മെലിഞ്ഞിട്ടാണ്. അപ്പോൾ 12 hour 15 minutes 30 seconds. ഇതേപോലെ നമുക്ക് ഇവിടെ മാർക്ക് ചെയ്യാം. ഇവിടെ നമ്മുടെ മണിക്കൂർ സൂചി എവിടെയാണ് നിൽക്കുന്നത്? മണിക്കൂർ സൂചി എവിടെയാ? 6 hours ആണ്, 6ൻ്റെ നേരെയാണ്. അപ്പോൾ നമുക്കിതാ 6ൻ്റെ നേരെ വരയ്ക്കാം. ഓക്കെ, ഇനി അടുത്തത് നമ്മുടെ മിനിറ്റ് സൂചി 5ാമത്തെ മിനിറ്റിലാണ്. 5ാമത്തെ മിനിറ്റ് എന്ന് പറഞ്ഞാൽ അവിടെ 1ൻ്റെ നേരെയാണ്. അപ്പോൾ നമുക്ക് 5ാമത്തെ മിനിറ്റിലേക്ക് വരയ്ക്കാം. ഓക്കെ, അടുത്തത് 16 സെക്കൻഡ്, 16ാമത്തെ സെക്കൻഡ്. 15 എന്ന് പറയുന്നത് 3 ആണ്, 3ൻ്റെ നേരെയുള്ള ഈ വരയാണല്ലോ. അപ്പോൾ നമുക്ക് അത് കഴിഞ്ഞിട്ടുള്ള തൊട്ടടുത്തുള്ള വരയാണ് എന്ത് മക്കളെ? നമ്മുടെ 16ാമത്തെ സെക്കൻഡ്, അതായത് ഈ വര കേട്ടോ. ഓക്കെ, അപ്പോൾ 6 5 minutes 16 seconds. അങ്ങനെ നമ്മൾ എന്ത് ചെയ്യുക, ഇത് രണ്ടും നിങ്ങൾ അറിഞ്ഞിരിക്കണം. ക്ലോക്ക് തന്നിട്ട് സമയം എഴുതാനും സമയം തന്നിട്ട് ക്ലോക്കിൽ അത് വരച്ചടയാളപ്പെടുത്താനും അറിഞ്ഞിരിക്കണം. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക മക്കളെ, നിങ്ങൾക്കുള്ള ടാസ്ക് എന്ന് പറഞ്ഞാൽ വീട്ടിലുള്ള ക്ലോക്കിൽ ഇനി നിങ്ങൾ ഫോണൊന്നും നോക്കി സമയം പറയാതെ മാക്സിമം വീട്ടിലുള്ള ക്ലോക്ക് ഇതേപോലത്തെ ക്ലോക്കിൽ എന്ത് ചെയ്യുക, സമയം നോക്കി പറയാൻ വേണ്ടിയിട്ട് പഠിക്കുക. അപ്പോൾ നിങ്ങൾ ഇപ്പോൾ 12 മണി 10 മണി അങ്ങനെയുള്ള സമയമൊക്കെ നിങ്ങൾ കൃത്യമായിട്ട് പറയും. ഇതിനിടയിലുള്ള സമയമൊക്കെ എന്ത് ചെയ്യുക, അത് പഠിക്കുക. അപ്പോൾ വീട്ടിലുള്ള ആളുകളോടൊക്കെ ചോദിച്ചെന്ത് ചെയ്യുക, കൃത്യമായിട്ട് പഠിക്കുക. അപ്പോൾ അത്രയുള്ള മക്കളെ, അങ്ങനെയാണെങ്കിൽ ഇതേപോലത്തെ വീഡിയോസായിട്ട് നമുക്ക് വീണ്ടും കാണാം. അപ്പോൾ ഈ വീഡിയോ ഒക്കെ മാക്സിമം ഫ്രണ്ട്സിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഓക്കെ, ബൈ.